ഓക്കെ, അപ്പം സ്റ്റാർലൈൻ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം MS വന്നു എന്നാണ്. ഓക്കെ, ഇതുണ്ടോ, ഈ MS വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാർലൈൻ നെഗറ്റീവായി. ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ മെസ്സേജ് വരും. ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ടൂളിനെ മനസ്സിലാക്കണം. ഈ ടൂൾ നിങ്ങൾക്ക് ഒരു മാജിക്കൽ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്തു തരത്തില്ല. ഇതൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു 4 ഹവറിൻ്റെ ക്യാൻ. ഓക്കെ, നോർമലി SMCക്കാർ വീണ്ടും ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് അടുത്ത പുൾ ബാക്കിന് ഇവിടെ പോയി സെല് ചെയ്യും. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ എഡ്ജ് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് MTL റേഞ്ചിൽ വരുമ്പം ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് ഏരിയയിലാണോ അത് വരുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ്. നിങ്ങൾ ഈ ചാർട്ട് ഇങ്ങനെ ഫുൾ ടൈം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എല്ലാ അലേർട്ടും അതിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ടൂളിൻ്റെ, അതാണ് SMTT Pro Plus അഡ്വാൻസ് ടൂൾ. ഓക്കെ, എക്സ്ട്രാ എഡ്ജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ 2 ടൂൾ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. അതിൽ അഗ്രസീവ് എന്നാണ് ഒരെണ്ണത്തിൻ്റെ പേര്, ഒരെണ്ണത്തിൻ്റെ പേര് ഡിഫെൻസീവ് എന്നാണ്, അല്ലേ? ഇതാണ് അഗ്രസീവ്, ഒരെണ്ണം ഡിഫെൻസീവ്. അതിൽ ഡിഫെൻസീവ് ടൂള് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു പേരിലായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ പുതിയൊരു വെബ്സൈറ്റ് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവ് ചാറ്റിൻ്റെ ഓപ്ഷനൊക്കെ അതിനകത്ത് വരും. ഓക്കെ, വാട്സപ്പുമായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫിനെ തന്നെ വെച്ച്, അല്ലെങ്കിൽ ട്രെയിൻഡ് നമ്മളുടെ മെമ്പേഴ്സിനെ തന്നെ വെച്ചുകൊണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷനും അതുപോലെ തന്നെ ഒരു വെബിനാറും, ലൈവ് വെബിനാറും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ലൈവ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാനുണ്ട്. അതൊരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഫസ്റ്റ് ടെസ്റ്റിംഗ് ഡോസായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് ലൈവ് സ്ട്രീം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. എന്നാലും ഇപ്പം ക്രിപ്റ്റോയും അതുപോലെ ഗോൾഡും ഫോറക്സിലൊക്കെയാണ് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പുതിയ വേർഷൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ മെയിൻ ടൂൾ ഉണ്ടല്ലോ, അതിൽ ഉള്ള ഈ ഒരു ഡാഷ്ബോർഡ് ഇതിനകത്തും വരും. ബട്ട് ഈ ഒരു ആക്ഷനബിൾ ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ അതിൽ കാണത്തില്ല. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു മുകളിലുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും ഈ ഒരു ടൂളിൽ ഇവിടെ കാണിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മാനുവലായിട്ട് തന്നെ നമ്മൾ എൻട്രി എടുക്കുന്ന കൺസെപ്റ്റാണ് ഈ ഒരു ടൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ 1 by 1 ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നമ്പർ 1 എന്ന് കാണാം, അത് ഓട്ടോ പൈലറ്റ് മോഡാണ്. ഓക്കെ, ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ബേസ്ഡ് എൻട്രി ആണ്. നമ്മളിവിടെ ഒരു എൻട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എല്ലാം അത് തന്നെ കാണിച്ചു തരും. ഓക്കെ, ആ ഒരു മോഡാണ് ഓട്ടോ പൈലറ്റ് മോഡ്. ഇതിൽ നമുക്ക് 4 എൻട്രി മോഡ് അവൈലബിൾ ആണ്: ബാലൻസ്ഡ് എൻട്രി, ഫാസ്റ്റ് എൻട്രി, സ്കാൽപ്പിംഗ് എൻട്രി ആൻഡ് സ്വിംഗ് എൻട്രി. സ്വിംഗ് എൻട്രി നമുക്ക് എബോവ് 15 മിനിറ്റ് ആണ് വർക്ക് ആകുന്നത്. ബാക്കി ഈ 3 എൻട്രീസ് നമുക്ക് 15 മിനിറ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ടൈം ഫ്രെയിമിലും വർക്ക് ആകും. ഓക്കെ, ഈ ഒരു എൻട്രി നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ടെടുക്കുന്നതിൽ നല്ലത് ഒരു ട്രെൻഡിൻ്റെ കൺഫർമേഷനിൽ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏത് ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ട്രെൻഡിൻ്റെ ഡയറക്ഷനിലേക്കുള്ള എൻട്രീസിനെ മാത്രം നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടും. അതിൽ നമ്മൾ മെയിൻ ട്രെൻഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തേക്കാം. ഇതുകൊണ്ട് ഇവിടെ ഈ ഹോൾഡ് സെലക്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു എൻട്രി മോഡ് പോയിക്കോളും. ഓക്കെ, ഈ ഒരു ടൂളിനകത്ത് ഈ ഒരു സിസ്റ്റം ബേസ്ഡ് എൻട്രിക്ക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിന് അത്ര പ്രാധാന്യമില്ല. ഓക്കെ, ദെൻ ഇതിന് താഴെ നിങ്ങൾക്ക് 2ാമത്തെ നമ്പറിൽ കാണാൻ സാധിക്കും സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡ്, അല്ലേ? അതിനകത്ത് നമ്മളുടെ സിസ്റ്റം ട്രേഡിംഗ് കൺസെപ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ സ്ട്രക്ചറും ഡൈനാമിക്കും, അതായത് MTL സ്ട്രക്ചറും സ്റ്റാർലൈൻ്റെ ഡൈനാമിക് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് 50-50 റേഞ്ച് എവിടെയാണെന്ന് മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ എൻട്രി മാറാൻ ചാൻസ് ഉള്ള ഏരിയ എവിടെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമുക്ക്
ഈ ഒരു അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് മോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഇവിടെയാണ് മെയിനായിട്ടുള്ള MTLൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആകുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഫസ്റ്റ് എവിടെ നമുക്ക് മനസ്സിലായി, സ്റ്റാർലൈൻ തന്നെ ഫസ്റ്റ് കാണിച്ചു തന്നു നെഗറ്റീവ് സ്റ്റാർട്ടായെന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മിഡിൽ MTL ആണ് കാണിച്ചു തന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ സ്ട്രക്ചർ ചേഞ്ച് ആയത്. അപ്പോൾ സ്റ്റാർലൈൻ ഇവിടെ നമുക്ക് നെഗറ്റീവ് കാണിച്ചു തരുമ്പം ഇതിനെ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്ലൈ ഏരിയയിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് 15 മിനിറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് 15 മിനിറ്റിൻ്റെ നെഗറ്റീവ് MTLലാണ് നിൽക്കുന്നത്. സോ 15 മിനിറ്റിൻ്റെ നെഗറ്റീവ് MTLയിൽ നിന്ന് നമുക്ക് അവിടെ ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് 3 മിനിറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ടൈം ഫ്രെയിമിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ സ്റ്റാർലൈൻ ആദ്യം നമുക്ക് നെഗറ്റീവ് കാണിച്ചു തരുമ്പം അവിടെ ട്രെൻഡ് താഴേക്ക് തന്നെ പോരാനുള്ള ചാൻസ് ആണ് അല്ലേ. ട്രെൻഡിൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഏത് ട്രേഡിലും ആദ്യം നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആകാൻ ചാൻസ് ഉള്ള ഇൻഫർമേഷൻ തരുന്നത് സ്റ്റാർലൈനാണ്. ദെൻ നമുക്ക് MTL റേഞ്ചാണ്. ഓക്കെ, MTL മിഡിൽ MTL നമുക്ക് സെക്കൻഡ് 50-50 റേഞ്ച് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ട്രെൻഡ് ചേഞ്ച് ആകുന്നത്. സോ ഞാനിവിടെ ഡിഫെൻസീവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുണ്ടോ ട്രെൻഡ് ചേഞ്ച് ആകാൻ ചാൻസ് ഉള്ള ഏരിയ എല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരു ആഷ് കളറിൽ കാണിച്ചു. സോ നമുക്ക് ഇവിടെ നിന്നേ എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് ഞാൻ ബിറ്റ്കോയിനിൽ എൻട്രി എടുത്ത് കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. അതായത് ഇതുണ്ട്, ഈ സ്റ്റാർലൈൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. 15 മിനിറ്റുമായിട്ട് കണക്ട് ചെയ്താണ് എടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ ബേസ്ഡ് ബാർ കളർ, അതായത് MTLൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിൻ്റെ ബേസിൽ ഉള്ള ബാർ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് MTL വന്ന് ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ യെല്ലോ കളറിൽ കാണിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ മേജർ ട്രെൻഡ്, അതായത് മേജർ ട്രെൻഡ് എന്ന് പറയുമ്പം ഈ ഗ്രീൻ ആൻഡ് റെഡ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിലുള്ളൊരു ബാർ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്യാൻഡിൽ കളറായിരിക്കും വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. രണ്ട്, നിങ്ങൾക്ക് മിഡിൽ MTL, അതായത് മിഡിൽ MTL ആണ് നിങ്ങൾ എൻട്രിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ മിഡിൽ MTLൻ്റെ ബേസിൽ വരുന്ന ബാർ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെയും ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എൻട്രി ക്യാൻഡിൽ കിട്ടും. അതുപോലെ തന്നെ ഡിഫെൻസീവ് മോഡിലുള്ള ബാർ കളർ വേണം. അതായത് ഇപ്പം ഡിഫെൻസീവ് ഇട്ടപ്പോൾ ഇതുണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ നിങ്ങൾക്ക് 50-50 ഏരിയ ആണല്ലോ. അതായത് ഇവിടെ നിന്ന് നമുക്ക് സെല്ലും വരാം ബൈയും വരാം. അവിടെ നമ്മൾ വീണ്ടും ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഇവിടുന്ന് ഫർദറായിട്ട് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അനുസരിച്ചുള്ള ബാർ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആഷ് കളർ നിൽക്കുന്നിടത്ത് ക്യാൻഡിലും ആഷ് കളറിൽ വരും. ഓക്കെ, അവിടെ വേണമെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു ബൈയിങ് ട്രെൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ സ്റ്റാർലൈനിന് താഴേക്ക് പ്രൈസ് വരുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണോ ഒന്ന്. ഇൻ കേസ് അവിടെ എക്സിറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വീണ്ടും MTL വന്നിട്ട് വീണ്ടും അടുത്ത ബൈക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കളർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് 50-50 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് അടുത്ത ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഞാനിതൊന്ന് ഓഫ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡൈനാമിക് ബേസ്ഡ് ബാർ കളർ, അതായത് സ്റ്റാർലൈൻ്റെ ബേസിലുള്ള ക്യാൻഡിൽ കളർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇതുണ്ടോ, സ്റ്റാർലൈൻ ബേസ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർലൈൻ നെഗറ്റീവ് ആകുമ്പോൾ തന്നെ എല്ലാ ക്യാൻഡിലും നെഗറ്റീവ് ആകും. അതിനനുസരിച്ച് പിന്നെ നമുക്ക് ട്രെൻഡിനെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അതുമല്ല നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാർലൈനിൽ ടച്ച് ചെയ്യുമ്പം ക്യാൻഡിലിൻ്റെ കളർ മാറണം. അതപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ക്യാൻഡിൽ ഇന്ന സ്റ്റാർലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വിക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അതാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും കാണിക്കുന്നത്. ഇത് ഹയർ ടൈം ഫ്രെയിമിന് വേണ്ടിയാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. അതായത് 30 മിനിറ്റോ 15 മിനിറ്റിൻ്റെയോ ഒക്കെ സ്റ്റാർലൈനിൽ ടച്ച് ചെയ്യുമ്പം വലിയ പവർ ഉണ്ടല്ലോ, അതായത് അവിടുന്ന് റിവേഴ്സലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ടൂൾ ഇട്ടിട്ട് കുറേ ചാർട്ടൊക്കെ നോക്കണം. ബാക്ക് സൈഡിലേക്ക് അവൈലബിൾ ആണല്ലോ, നിങ്ങൾക്ക് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 15 മിനിറ്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ സ്റ്റാർലൈനുമായിട്ട് എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം ട്രേഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഒരുമിച്ചായിരിക്കും വരുന്നത്.
പിന്നെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, അതുപോലെ തന്നെ HTF, IHSD, അതായത് HTF എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷന്, അതുപോലെ തന്നെ IHSD ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ എഡ്ജിനകത്ത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിലേക്ക് വരാം. അതിനു മുമ്പ് SMCയുടെ ഈ ഒരു കാര്യം നമുക്ക് നോക്കാം. ഇതുണ്ട്, ഞാനിത് സിസ്റ്റം ട്രേഡിംഗ് കൺസെപ്റ്റിനെ ഓഫ് ചെയ്തപ്പോൾ ഫുൾ അങ്ങ് പോയി. ഇനി ഞാൻ ഓൺ ചെയ്യാൻ പോകുന്നത് SMCയുടെ കൺസെപ്റ്റാണ്. ഓക്കെ, സ്മാർട്ട് മണി കൺസെപ്റ്റ്. ഇത് ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി MS-ഉം BS-ഉം ഓർഡർ ബ്ലോക്ക്, ഇത് മൂന്നും ഡിഫോൾട്ടായിട്ട് ഓൺ ആണ് ഇവിടെ, അല്ലേ? ഇവിടെ ഓൺ ആണ്. അതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ FEG അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, MS, BS, അതായത് മൊമെൻറ്റം ഷിഫ്റ്റ് ആകുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ഷിഫ്റ്റ് ആകുന്നത്. അതുപോലെ BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ. ഓക്കെ, അത് എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ഈ കിടക്കുന്നത് എന്താണ്? ഹൈ ലോ ബേസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്ലോസിങ്ങിൻ്റെ ബേസിൽ വേണം എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇവിടെ നിങ്ങൾ ക്ലോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസിങ്ങിൻ്റെ ബേസിലായിരിക്കും വരുന്നത്. അതായത് ഇത് SMC പഠിച്ചവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന്. ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ ക്ലോസ് ആണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോവർ ലോ കട്ടായി വരുവാണല്ലോ. അപ്പം ഈ ഒരു ലോയിനെ അടുത്ത ക്യാൻഡിൽ ജസ്റ്റ് വിക്ക് കൊണ്ട് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കാണിക്കത്തില്ല. ക്ലോസ് ആണ് നിങ്ങൾ ഈ ഒരു MS, BS വരുന്നത് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കി, ഈ ക്യാൻഡിൽ ക്ലോസ് ആയപ്പോഴാണ് ഈ BS വന്നിരിക്കുന്നത്, അതായത് കണ്ടിന്യൂവേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാണ് ഈ BS വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാണ് BS വന്നിരിക്കുന്നത്. അതേസമയം നിങ്ങളിവിടെ ഹൈ ലോ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ലോ അനുസരിച്ച് തന്നെ ഇതുണ്ടോ, നിങ്ങൾക്കിവിടെ MS, BS കാണിക്കും. ഇവിടെ നോക്കി, ഇതിൻ്റെ ഹൈ, ഈ ക്യാൻഡിലിൻ്റെ ഹൈ കട്ടായപ്പോൾ തന്നെ ഇവിടെ മൊമെൻറ്റം ഷിഫ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് വരും. ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്ന കൺസെപ്റ്റ് ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ താഴേക്ക് ക്ലോസിങ് തന്നിട്ടില്ല, പക്ഷേ ലോ ബ്രേക്കായി. ഓക്കെ, ഇതിൻ്റെ ലോ ബ്രേക്കായി, വിക്കാണ് താഴേക്ക് വന്നിരിക്കുന്നത്. സോ നമ്മളവിടെ ഹൈ ലോ ഇട്ടുകൊണ്ട് തന്നെ ഇത് MS വാലിഡായി. ദെൻ എന്താണ് സംഭവിച്ചത്? ഈ MS വാലിഡായി. അടുത്ത പുൾ ബാക്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു FEGയും കാണാൻ പറ്റും. ഇത് ബ്ലോക്കുമാണ്. ഓക്കെ, നേരെ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് ഡ്രോപ്പായി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം അതിനകത്ത് നിങ്ങൾക്ക് MS, BS എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ രണ്ടും ഉപയോഗിക്കും. ഇതൊക്കെ എൻ്റെ മെയിൻ, അതായത് നമ്മുടെ ഈ ടൂളിനകത്ത് തന്നെ അഡ്മിൻ ഓൺലി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനകത്ത് ഞാൻ എഡിറ്റബിൾ ആയിട്ടുള്ള വേർഷൻ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ് ടൂളിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ടൂള് ജസ്റ്റ് വെളിയിൽ, അതായത് വേറെ ഏതെങ്കിലും വലിയ പ്ലാറ്റ്ഫോമിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ മന്ത്ലി ഒരു 5000 to 6000 രൂപ ഈസി ആയിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, സീരിയസ്ലി. ഓക്കെ, ഇതിൽ നമ്മൾ FEG കൂടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും നമ്മളുടെ SMC കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു FEG വാല്യൂ ഉണ്ടായിരുന്നു, ബട്ട് ഈ ക്യാൻഡിൽ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ അത് ജസ്റ്റ് ഫില്ലായി. ഓക്കെ, ദെൻ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഈ ഒരു SMC മാത്രമായിട്ട്. ഇനി SMCനെ ഇതുമായിട്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡിംഗ് കൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് കൺസെപ്റ്റുമായിട്ട് നിങ്ങൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ എഡ്ജ് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് MTL റേഞ്ചിൽ വരുമ്പം ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് ഏരിയയിലാണോ അത് വരുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, എക്സ്ട്രാ എഡ്ജിനകത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവൈലബിൾ ആണ്. ഫൈൻഡ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് ആക്ച്വലി മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. ഓക്കെ, ഇതിനകത്തൊരു അഡ്വാൻസ് കൺസെപ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗം ചെയ്യും. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയ സമയത്ത് ഈ ഒരു ഗ്രീൻ ലൈൻ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടുന്ന് ഒരു സെല്ല് വന്നല്ലോ. ആ സെല്ല് വന്നു കഴിഞ്ഞ് ബയ്യേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഓക്കെ,
അപ്പോൾ ഇതാണല്ലോ ബയ്യേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണല്ലോ പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നതും. ഓക്കെ, ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുന്ന് ബൈ നടന്നുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. സോ നമ്മളപ്പം ഈ മുകളിലത്തെ ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറിനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡറിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് അഡ്വാൻസ് ആയിട്ടാണ് നമുക്കിവിടെ വരുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഓക്കെ, ഈ ഒരു സെയിം ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ MSO അല്ലെങ്കിൽ BSO ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത് ബ്രേക്ക് ആയി കഴിയുമ്പോഴാണ് ഇവിടെ ഒരു ലൈൻ വരുന്നത് BS എന്നുള്ളത്. അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റിനകത്ത് നമ്മൾ BOS അല്ലെങ്കിൽ MS എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഇവിടെ വരുന്നത് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാണ്. പിന്നെ വേണം ഇത് മുകളിലേക്ക് പോകാൻ വേണ്ടി. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ ഒരു FEG ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഇവിടെ വരും, എന്നിട്ട് വേണം ഇത് താഴേക്ക് ബ്രേക്ക് ആകാൻ വേണ്ടി. ബട്ട് നമ്മളെന്താണ് അതിന് മുമ്പ് തന്നെ, അതായത് ഒരു MSO BSO ക്രിയേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അത് ക്രിയേറ്റ് ആകാൻ ചാൻസ് ഉള്ള ഏരിയ എവിടെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നേ ട്രേഡ് എടുക്കുകയാണ് ഫസ്റ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് ബ്രേക്കായി കഴിഞ്ഞാണ് MS വരുന്നത്, BS വരുന്നത്. ദെൻ മാർക്കറ്റ് പുൾ ബാക്ക് എടുക്കും. ഇവിടെ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കും അതും ഇതൊക്കെ വരും. പിന്നെയും മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ താഴേക്ക് വരും. ഇവിടെ ഒരു MSനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ ഒരു MSനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ SL ഓർഡർ വരും. സോ നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് MTLൻ്റെ റേഞ്ചിൽ നിന്ന് വീണ്ടും താഴേക്ക് സെല് ചെയ്യും. ഓക്കെ, നോർമലി SMCക്കാർ വീണ്ടും ഇത് ബ്രേക്കായി കഴിഞ്ഞിട്ട് അടുത്ത പുൾ ബാക്കിന് ഇവിടെ പോയി സെല് ചെയ്യും. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടും. നിങ്ങൾ കറക്റ്റായിട്ട് ടൂളിനെ മനസ്സിലാക്കണം. ഈ ടൂൾ നിങ്ങൾക്ക് ഒരു മാജിക്കൽ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്തു തരത്തില്ല. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം സംഭവത്തിനെ. ഓക്കെ, പഠിക്കണം. ഒരു അറ്റ്ലീസ്റ്റ് 1 month അല്ലെങ്കിൽ 2 month ഈ ടൂളുമായിട്ട് നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇടപഴകി വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ ആദ്യം. ഓക്കെ, അല്ലാതെ ഒരു ദിവസം ടൂൾ വന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. നിങ്ങളത് മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെയും SL ഓർഡറിൻ്റെ കാര്യം ഒന്ന് നിങ്ങൾ കേട്ട് നോക്ക്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് HTF, ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഐഡൻറ്റിഫയർ. അതിനെ ഞാനൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബ്രോഡർ ട്രെൻഡ് കിട്ടും. ഓക്കെ, ബ്രോഡർ ട്രെൻഡ് കിട്ടും. ഇതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും നോർമലി. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനെ മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ഒരു ചേഞ്ച് നടക്കുന്നില്ലേ, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ചേഞ്ച് നടക്കുന്നത് ഏരിയ അല്ല ഇമ്പോർട്ടൻ്റ്. ബട്ട് പ്രൈസ് താഴെയാണോ മുകളിലാണോ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു HTFൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾ SMCയോ അല്ലെങ്കിൽ സിസ്റ്റം ട്രേഡിങ്ങോ രണ്ടും ആഡ് ചെയ്യുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ഒത്തിരി തെറ്റുകൾ നമ്മൾ ഒഴിവാക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെയും ഒരു നല്ല എഡ്ജ് കിട്ടും. ഇതിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് വീണ്ടും സിസ്റ്റം ട്രേഡിങ്ങിൻ്റെ നമ്മളുടെ മെത്തേഡ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ബട്ട് അതിനകത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ ചെയ്ത് അതിനകത്ത് നിങ്ങളൊരു എഡ്ജ് കണ്ടുപിടിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ. ഓക്കെ, ഇതുണ്ടോ എവിടെ നിന്നൊക്കെയാണ് തിരിയുന്നതും മറിയുന്നതും എന്നുള്ള മുൻകൂറായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല അതിനനുസരിച്ച് നമുക്ക് ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ഇവിടം വരെയാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ എക്സാക്റ്റ് ഇതായിരുന്നു സെൽ എൻട്രി വന്നത്. ഈ ഒരു HTFിലേക്കാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. അതായത് പ്രൈസ് ഇവിടെ നിന്നിട്ട് റിജക്ഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തു ഒരു MSന് വേണ്ടി. ഈ MS വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്റ്റാർ ലൈൻ തന്നെ എവിടെയാണ് നെഗറ്റീവ് ആകുന്നത്, അത് ഞാൻ ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പം സ്റ്റാർ ലൈൻ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് MS വന്നു എന്നാണ്. ഓക്കെ, ഇതുണ്ടോ ഈ MS വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാർ ലൈൻ നെഗറ്റീവായി. സോ ഞാൻ എടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു HTF വരെയാണ് ആദ്യം എടുത്തത്. അത് കഴിഞ്ഞപ്പം നമുക്ക് നമ്മളുടെ മിഡിൽ MTL, അതായത് നമ്മളൊരു എൻട്രി ചേഞ്ച് ആകാൻ ചാൻസ് ഉള്ള ഏരിയയിലേക്ക് വന്നു. ദെൻ ഈ ഒരു MTLനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് റൈഡ് ചെയ്തു. ഈ ഒരു ലോ പോയിൻ്റാണ് ഞാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പോട്ടെ,
ഏകദേശം നല്ല ഒരു ട്രേഡായിരുന്നു ഇതുണ്ട്. ഇവിടെ നമ്മൾ HTFൻ്റെ ഇൻഫർമേഷൻ ഓണാക്കി. ഓക്കെ, ഇനി HTFൽ പ്രൈസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഒരു അഡ്വാൻസ് ഓപ്ഷൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, HTF ടച്ച് ക്യാൻഡിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ HTFൽ പ്രൈസ് ടച്ച് ആകുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അവിടെ നിന്ന് റിജക്ഷൻ എടുക്കുമല്ലോ നോർമലി. ഓക്കെ, അപ്പം നമുക്കത് അറിയാൻ പറ്റും. HTFൽ ഇവിടെ ടച്ചായി, ഇവിടെ ടച്ചായി, ഏത് ക്യാൻഡിലാണോ HTFൽ ടച്ച് ആകുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IHSD, ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ. അതായത് നമ്മളിപ്പം സിസ്റ്റം ട്രേഡിംഗ് കൺസെപ്റ്റ് ഓൺ ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ്? 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 15 മിനിറ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. 15 മിനിറ്റ് നോക്കിയേ. 15 മിനിറ്റിനകത്ത് നമുക്ക് MTL ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് മെയിൻ MTLും ഇത് മൈനർ MTLും ആണല്ലോ. അപ്പം ഈ സെയിം MTL നമുക്ക് 3 മിനിറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും വേണം. അതായത് നമ്മളിവിടെ 3 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടുന്ന് ട്രേഡ് ചെയ്ത് പോരുവാണല്ലോ, ആ സമയത്ത് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ MTL എവിടെയാണെന്ന് അറിയണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഏത്? IHSD അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓവറോൾ ആയിട്ട് എവിടെ നിന്നൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ റിജക്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ റിജക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് ഇതുണ്ട് ഇവിടെ സ്റ്റാർ ലൈനും നമ്മുടെ മിഡിൽ MTLും പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ട്രെൻഡ് ചേഞ്ച് ആകുന്ന ഏരിയയാണിത്. ഓക്കെ, അവിടെ നിന്ന് നേരെ കയറി ഇവിടെ നോക്കി ഇവിടെയും വന്നു, നമ്മളുടെ MTL ടച്ച് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പോയി. ഇതൊക്കെ ഒരു 1000-2000 പോയിന്റ് എന്ന് ഓർക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ സ്റ്റാർ ലൈൻ പ്ലസ് മിഡിൽ MTL നെഗറ്റീവായി ബ്രേക്കായി. ഓക്കെ, ഇവിടെ വേണ്ട റിജക്ഷൻ, ദെൻ സ്റ്റാർ ലൈനിൽ നിന്ന് ആണ് ഈ ഒരു പോക്ക് പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ IHSD ഓൺ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ടൈം ഫ്രെയിമിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. ഇപ്പം നിങ്ങൾ 3 മിനിറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്കൊരു 15 മിനിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇതേ 15 മിനിറ്റിൻ്റെ സെയിം MTL റേഞ്ച് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്കറിയാൻ പറ്റണം ഇനിയും പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 മിനിറ്റിൻ്റെ MTL റേഞ്ച് ഉണ്ട്, അവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് ഇവിടെ നിൽപ്പുണ്ട്. സോ അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പോസിബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ നിന്ന് റിജക്ഷൻ എടുത്തേക്കാന്നല്ല, ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. കണ്ടോ, ഈ സെയിം കാര്യം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് നോക്കേണ്ട എന്താണ്, ഇത് എവിടെ നിന്നാണ് കയറി പോകുന്നത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. ഇതിനി ഇവിടെ നിന്ന് ഈ സപ്പോർട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് എങ്ങനെയാണ് ഈ സ്റ്റാർ ലൈൻ ഇവിടെ വരും, ഇതിനകത്ത് പ്രൈസ് കയറി കഴിഞ്ഞ് സ്റ്റാർ ലൈനൊക്കെ പോസിറ്റീവായി ഈ HTF ഈ ഒരു നമ്മുടെ മിഡിൽ MTLും പോസിറ്റീവായി കഴിഞ്ഞാൽ തിരിച്ച് കയറിപ്പോകാനുള്ള ചാൻസ് നമുക്ക് അവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന എൻട്രീസ് കറക്റ്റായിട്ട് നിങ്ങൾ വാലിഡേറ്റ് ചെയ്തിട്ട് ആ ട്രേഡ് എടുത്തേക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്ന ഏരിയയിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൂ. അപ്പം നമുക്ക് എന്താണ്, വലിയ ലോസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഇൻ കേസ് വലിയ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയ ആണ് എങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേക്കുക, കാര്യം കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് റെഡിലും ഗ്രീനിലും കാണിക്കും. അതായത് ഇപ്പോൾ നെഗറ്റീവ് ആണല്ലോ, 15 മിനിറ്റിൻ്റെ MTL നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവിലാണ് കാണിക്കുന്നത്. ബുള്ളിഷ് ആണെങ്കിൽ ഗ്രീനിൽ കാണിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതൊന്ന് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ ക്രിപ്റ്റോ അതുപോലെ ഫോറക്സ്, ഗോൾഡ്, ഇതിലൊക്കെ 4 ഹവറിൻ്റെ ക്ലോസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആണല്ലോ. അപ്പം 4 ഹവറിൻ്റെ ക്ലോസിങ് എവിടെയാണ് വരുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു 4 ഹവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഓപ്പൺ ആയ ക്യാൻഡിൽ ഇവിടെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. സോ 4 ഹവറിൻ്റെ ക്ലോസിങ്ങിൽ കുറച്ച് പരിപാടികൾ നടക്കുന്ന ഏരിയയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുണ്ടോ എവിടേക്കാണ് 4 ഹവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്കിൽ കാണിച്ചു തരും. അപ്പം അതനുസരിച്ച് നമുക്ക് ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ സെറ്റിങ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയാണ് ഇതിനകത്തുള്ള സെറ്റിങ്സ്. ഇനി ഇതിനകത്ത് അലേർട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. അലേർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ,
ചാർട്ടിൻ്റെ മുകൾ വശത്ത് നിങ്ങൾക്ക് അലേർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അലേർട്ട് വിൻഡോ വന്നിട്ടുണ്ട്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ കണ്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് 3 ഡോട്ട് ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് അലേർട്ട് ഓൺ SMTT Pro Plus അഡ്വാൻസ് ടൂൾ എന്ന് കാണിക്കും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ നമ്മളുടെ അലേർട്ട് വിൻഡോ വന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം ട്രേഡിംഗ് വ്യൂവിൻ്റെ ഫ്രീ പ്ലാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അലേർട്ട് എങ്ങാണ്ടോ ഉള്ളു നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ, ആണെന്ന് തോന്നുന്നു. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ അലേർട്ടും കിട്ടുന്ന രീതിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ അലേർട്ടിൻ്റെ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഇത് എന്ത് പേരിലാണ് അലേർട്ട് വരേണ്ടതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വരണോ, കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് സൗണ്ട് വരണോ, അല്ലെങ്കിൽ മെയിൽ അയക്കണോ, അതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരെ സെറ്റിങ്സിൽ വന്നു. നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, സിമ്പിൾസ് ആണ്. അതായത് ഏത് സിമ്പിളിലാണ് അലേർട്ട് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണ് പുറകിൽ, സോ ബിറ്റ് കോയിൻ ആണ് കാണിച്ചിരിക്കുന്നത്. 2 കണ്ടീഷൻ എന്താണ്? ഓക്കെ, ഇവിടെ 2 കണ്ടീഷൻ കാണിക്കും. അതായത് ഈ ഡയറക്റ്റ് ഈ പ്രൈസ് ഉണ്ടോ, ഈ പ്രൈസിൻ്റെ മുകളിൽ അലേർട്ട് കൊടുക്കണോ അതോ ടൂളിൻ്റെ മുകളിൽ അലേർട്ട് കൊടുക്കണോ? അപ്പോൾ ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ നോക്കിയേ ഒരു POI ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്, അതായത് യെല്ലോ ക്യാൻഡിൽ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും POI ക്യാൻഡിൽ, അതും ഒരു ബ്ലൂ ക്യാൻഡിലുണ്ട് നമുക്ക് സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിൽ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓട്ടോ പൈലറ്റ് മോഡില്ലേ, നമ്മളുടെ ഈ ഒരു സെറ്റിങ്സിനകത്ത് വരുന്ന ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ബ്ലൂ ക്യാൻഡിൽ കാണിക്കുള്ളൂ, എൻട്രി ക്യാൻഡിൽ. ആ ക്യാൻഡിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിൽ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് MS, അതായത് MS വരുന്ന സമയത്ത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള MS ക്രിയേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിയറിഷ് MS ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇത് തന്നെ കാണിച്ചു തരും. അതായത് നമ്മളുടെ മൊബൈലിലേക്ക് ഇൻഫർമേഷൻ തരും. നോർമലി ഇപ്പം ഒരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു റിവേഴ്സിൽ വന്നു കഴിയുമ്പം നോർമലി ഇവിടെ ഒരു നെഗറ്റീവ് MS വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബുള്ളിഷ് BS, ബിയറിഷ് BS ഇൻഫോം ചെയ്യും. അതിന് താഴെ നോക്കിയാൽ HTF ടച്ച്. ഓക്കെ, നമ്മളുടെ ബ്രോഡർ ട്രെൻഡ് ഇല്ലേ, അതിനകത്ത് വൈറ്റ് കളറിലെ ക്യാൻഡിൽ വന്നായിരുന്നല്ലോ ടച്ച് ചെയ്യുന്ന സമയത്ത്. ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ മെസ്സേജ് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇതുണ്ടോ 4 hour ക്യാൻഡിലിൻ്റെ ക്ലോസ് നമുക്കറിയണം. അപ്പം മുകളിൽ വരുന്നുണ്ടല്ലോ 4 hourൻ്റെ, ഞാൻ കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ അത് നമുക്ക് മെസ്സേജായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പെയ്ഡ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടി വരും ട്രേഡിംഗ് വ്യൂവിൻ്റെ. ഓക്കെ, അത് മന്ത്ലി 3000, 4000, 5000, 8000 അങ്ങനെ പോകും അതിൻ്റെ പ്ലാൻ. അപ്പോൾ അത് എടുക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ അലേർട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനി അലേർട്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ തന്നെ വിടുക. ഓക്കെ, അതായത് ഇതിൻ്റെ അർത്ഥം ഈ ടൂളിനകത്ത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഏത് അലേർട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഓക്കെ, ഇതിനകത്ത് ഏത് അലേർട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണിക്കും. ഇതിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ചാർട്ടിലാണ് ഇത് വേണ്ടത്, അതായത് ഏത് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത്. 15 മിനിറ്റ് ഇട്ടിട്ടാണ് നിങ്ങൾ ഈ അലേർട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ അലേർട്ട് നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ ബേസിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എക്സ്പയറേഷൻ ഡേറ്റ് ചോദിക്കും, ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ മെസ്സേജ് എന്ത് പേരിലാണ് വരേണ്ടതെന്ന് ചോദിക്കും, അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തേക്കുക. ഓക്കെ, ഇത് കൊടുത്തു. ദെൻ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് മൊബൈലിൽ വേണം, അതുപോലെ തന്നെ പ്ലേ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് സെലക്ട് ചെയ്യുക. ഡൺ. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇതുണ്ട്, ഇവിടെ അലേർട്ട് വന്ന് കിടക്കുന്നുണ്ടോ, ഇവിടെ 99 അലേർട്ട് വന്ന് കിടപ്പുണ്ട് എനിക്ക്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ അലേർട്ട് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ടൂളിൽ നിന്നും ഡയറക്റ്റായിട്ട് ഗോൾഡിലെയും ബിറ്റ് കോയിനിലെയും യൂറോ USD, ഫോറക്സ് യൂറോ USDയുടെയും അലേർട്ട്
വന്നുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് 3 ടെലഗ്രാം ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലേർട്ട് വരും. നിങ്ങൾ ഈ ചാർട്ട് ഇങ്ങനെ ഫുൾ ടൈം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. എല്ലാ അലേർട്ടും അതിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് വർക്ക് കൂടി ഉണ്ട് അതിനകത്ത്. അതും നമ്മുടെ പുതിയ വെബ്സൈറ്റും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.